ആകാശത്തേക്ക് നോക്കി നിൽക്കാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല. പക്ഷേ ആകാശം സ്വന്തമാക്കിയ കഥയ്ക്കുന്ന 122 വയസ്സ് തികയുകയാണ്. 1903 ഡിസംബർ 17 ഒരു ചെറിയ തീയതിയാണ് എങ്കിലും ലോകത്തിന്റെ ഗതി മാറ്റിയ ദിനമായിരുന്നു അത്. വിൽബറും ഓർവിലും അറിയപ്പെടുന്ന പേര് റൈറ്റ് സഹോദരന്മാർ. തൊഴിൽ സൈക്കിൾ മെക്കാനിക്കുകൾ. സ്വന്തമാക്കിയത് ലോകത്തിലെ ആദ്യത്തെ നിയന്ത്രിത യന്ത്രവൽകൃത വിമാനം പറത്തിയെന്ന നേട്ടം. ഇനി അവരുടെ കഥയിലേക്ക്. റൈറ്റ് സഹോദരന്മാർ അമേരിക്കയിലെ ഓഹോയോയിലെ ഡേട്ടൺ എന്ന നഗരത്തിലാണ് ജീവിച്ചിരുന്നത്. അവർ പരമ്പരാഗതമായി വിമാന നിർമ്മാണ തൊഴിലാളികളൊന്നും ആയിരുന്നില്ല. മറിച്ച് അവരുടെ വരുമാന മാർഗം ഒരു ചെറിയ സൈക്കിൾ റിപ്പയർ ഷോപ്പായിരുന്നു. എന്നാൽ ചെറുപ്പം മുതലേ പറക്കാനുള്ള അഭിനിവേശം അവരെ നയിച്ചു. മറ്റുള്ളവർ പരീക്ഷണങ്ങൾ നിർത്തിവെച്ച സ്ഥലത്തു നിന്നും അവർ തുടങ്ങുകയായിരുന്നു. അവർക്കറിയാമായിരുന്നു വിമാനത്തിന് വെറും ശക്തി മാത്രം പോരാ, നിയന്ത്രണം കൂടി വേണം എന്ന കാര്യം. പറക്കുമ്പോൾ വിമാനം ഒരു വശത്തേക്ക് മറിയാതിരിക്കാൻ പക്ഷികളുടെ ചിറകുകൾ പോലെ വിമാനത്തിന്റെ ചിറകുകൾ വളയ്ക്കാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ, വിങ് വാർപ്പിംഗ്, അവർ വികസിപ്പിച്ചെടുത്തു. ഇതാണ് ആധുനിക എയറോണുകളുടെ അടിസ്ഥാനം. തങ്ങളുടെ ഗ്ലൈഡർ പരീക്ഷണങ്ങൾക്കായി അവർ തിരഞ്ഞെടുത്തത് വടക്കൻ കരോലിനയിലെ കിറ്റി ഹോക്ക് എന്ന വിജനമായ തീരമായിരുന്നു. ശക്തമായ കാറ്റും ലാൻഡിംഗ് സൗകര്യപ്രദമായ മണൽക്കൂനകളും അവർക്ക് പരീക്ഷണങ്ങൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം നൽകി. അക്കാലത്ത് ലഭ്യമായ എഞ്ചിനുകൾ ഭാരം കൂടിയവയായിരുന്നതിനാൽ സ്വന്തമായി ഭാരം കുറഞ്ഞ ഒരു പെട്രോൾ എഞ്ചിൻ രൂപകൽപ്പന ചെയ്യാൻ അവർ ഒരു മെക്കാനിക്കിന്റെ സഹായം തേടി. 1903 ഡിസംബർ 17 തണുത്തുറഞ്ഞ കാറ്റിൽ റൈറ്റ് സഹോദരന്മാരുടെ ഏറ്റവും മികച്ച മോഡൽ റൈറ്റ് ഫ്ലയർ പറക്കലിന് തയ്യാറെടുത്തു. നാണയം ടോസ് ചെയ്ത് ആദ്യം പറക്കലിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓർവിൽ റൈറ്റ് ആയിരുന്നു. കൃത്യം 10:35 AM വിമാനം ട്രാക്കിലൂടെ നീങ്ങി. 12 സെക്കൻഡുകൾ 120 അടി, അതായത് ഏകദേശം 36 മീറ്റർ ദൂരം വിമാനം വായുവിൽ പറന്നു നിന്നു. ലോകം മാറ്റിമറിച്ച പറക്കലായിരുന്നു അത്. ആ ദിവസത്തെ മറ്റ് ശ്രമങ്ങളിൽ വിൽബർ റൈറ്റ് 59 സെക്കൻഡിൽ 852 അടി ദൂരം വരെ പറന്ന വീണ്ടും ചരിത്രം കുറിച്ചു. സൈക്കിൾ കടയിലെ ഈ സഹോദരന്മാർ തങ്ങളുടെ പരീക്ഷണങ്ങളിലൂടെ ലോകത്തിന് നൽകിയത് ആധുനിക എയർലൈൻ വ്യവസായമാണ്. ഇന്ന് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന എല്ലാ വിമാനങ്ങളുടെയും ആദ്യ രൂപമാണ് റൈറ്റ് ഫ്ലയർ. 12 സെക്കൻഡ് നീണ്ട ആ പറക്കൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ട്രെയിനിലും കപ്പലുകളിലുമൊക്കെയായി യാത്ര ചുരുക്കേണ്ടി വന്നേനെ. റൈറ്റ് സഹോദരന്മാർക്ക് മുന്നിൽ ലോകം ഇപ്പോഴും കടപ്പെട്ടിരിക്കുന്നു എന്ന് സാരം.